നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഹരീഷിനെ കാണാനായിട്ട് നീതു വർക്ക്ഷോപ്പിലേക്ക് വരുക. ഹരീഷിന് സന്തോഷമായി. നീതു വരില്ല എന്ന് കരുതി ഇരുന്നാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് നീതു വന്നത്. നീതു വന്നു കഴിഞ്ഞപ്പോൾ ഹരീഷ് ഇത്തിരി വെയിറ്റ് ഇട്ടു. അപ്പോഴേക്കും നീതു പറഞ്ഞു, അതെ കൂടുതൽ വെയിറ്റ് ഇടുവൊന്നും വേണ്ട. ചന്തു പറഞ്ഞു, എന്തിനാ ഹരീഷേട്ടാ ഇത്ര സമയം എന്തൊരു ടെൻഷനായിരുന്നു. നീതു ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ വെയിറ്റ് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞു. നീതു പറഞ്ഞു, അതെ എനിക്ക് കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. എനിക്കറിയാം ഹരീഷിനും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എങ്കിൽ ശരി ഞാൻ പോയേക്കാം. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, വേണ്ട പോകുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വരട്ടെ. ആ സമയം നീതു പറഞ്ഞു, അതെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ. പക്ഷേ എങ്കിൽ ഹരീഷ് എന്നോട് അങ്ങനെയൊക്കെ പറയുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഹരീഷ് പറഞ്ഞു, പോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. പിന്നെ ഞാൻ സുധീഷ് ചേട്ടൻ കൂട്ടി വന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നിന്റെ ചേട്ടൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. അതുകൊണ്ടാ ഒടുവിൽ അവർ തമ്മിൽ അങ്ങനെ കോംപ്രമൈസ് ആകുവാണ്. ചന്തു പറഞ്ഞു, ഈ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നെങ്കിൽ വെറുതെ രണ്ടുപേരും കൂടെ അവിടെ ഇവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വെറുതെ ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കി. എന്നിട്ടോ രണ്ടുപേരും ഓരോ സ്ഥലത്തിരുന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു. ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി കൊണ്ടുപോകുന്ന ഈ പ്രശ്നങ്ങളൊക്കെ വഷളാവാനായിട്ട് കാരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരെ ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിധി ഇങ്ങനെ ഭയങ്കര ആലോചനയിലാണ്. സുധീഷിനെ കണ്ടപ്പം നിധി എന്നിട്ട് ചോദിച്ചു, സുധീഷ് ആ ഗോപി സാറിനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ കണ്ടില്ല. അല്ല സാറ് വിളിക്കുകയോ മറ്റോ ചെയ്തോ? എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സിന് കൊടുത്തതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചോ? ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല സുധീഷിന്റെ സംസാരം. അതേന്നേ, പക്ഷെ ഞാൻ കരുതിയത് ഇനിയിപ്പോൾ സുധീഷ് പറഞ്ഞു കാണുമായിരിക്കുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എന്തിനാ നമ്മുടെ ഡിവോഴ്സ് കാര്യത്തെക്കുറിച്ചൊക്കെ സാറിനോട് പറയണേ? ഞാനിത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ഇനിയിപ്പം ആ വക്കീൽ മാഡം അങ്ങനെ ആയിരിക്കുമോ? മാഡം അങ്ങനെ പറയുമോ? ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു കാര്യം ചെയ്താലോ, ഞാൻ മാഡത്തിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ഈ സമയത്തോ? ഒടുവിൽ നിധിക്ക് ഒരു സമാധാനം കിട്ടാതെ നിധി വക്കീൽ മാഡത്തിനെ വിളിക്കുകയാണ്. മാഡത്തിനെ വിളിച്ചിട്ട് ഗോപി സാറിനോട് പോലീസ് സാറിനോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മാഡം പറഞ്ഞു, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കല്ല നിധി എൻ്റെ ജോലി എന്ന് പറഞ്ഞു. നിധി ആകെപ്പാടെ ഒന്ന് നാണം കെട്ടുപോയി. പിന്നീട് സുധീഷ് നിധിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ വെച്ചല്ലേ നമ്മുടെ കല്യാണം നടന്നേ. അപ്പോൾ ഡിവോഴ്സും കേസും ഒക്കെ ആയെന്ന് അവിടെ അറിഞ്ഞു കാണുമായിരിക്കും. അത് പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നിധി. നിധിക്ക് എന്നാലും ആകെപ്പാടെ ടെൻഷനായി. ഇനിയിപ്പോൾ ഇത് പ്രശ്നമാകുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഇനി ആ സാറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലോ, ഒന്ന് കാണണമെന്ന് പറഞ്ഞാലോ? ഒടുവിൽ നിധി ആ ഗോപി സാറിനെ തന്നെ വിളിക്കണം. അപ്പോഴേക്ക് സുധീഷ് വേണ്ടെന്നൊക്കെ പറഞ്ഞു, ഈ സമയത്ത് വിളിക്കേണ്ടെന്ന്. പക്ഷെ നിധി കേട്ടില്ല. ഒടുവിൽ നിധി വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് സാറിനെ ഒന്ന് കാണണം. സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, നാളെ സ്റ്റേഷനിലേക്ക് പോരെ. ശരിയെന്ന് പറഞ്ഞു. സുധീഷിന് ടെൻഷനായി. എങ്ങാനും നിധി എന്ന് കഴിയുമ്പോഴത്തേനും സാറിന് താനാ പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമോ? അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നിധി അങ്ങോട്ട് പോയി കിടന്നു. എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് എന്ത് ചെയ്തു? പതുക്കെ എഴുന്നേറ്റിട്ട് അവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ബർത്ത്ഡേ കേക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നിധിയുടെ ബർത്ത്ഡേ ആണ് പിറ്റേ ദിവസം. അപ്പം അതിനു വേണ്ടിയിട്ട് രാത്രി 12 മണിയാകുമ്പോൾ വിഷ് ചെയ്ത് കേക്ക് മുറിക്കണം എന്നൊരു ചിന്ത സുധീഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ സുധീഷ് അതിനു വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബലൂണും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം സുധീഷ് തന്നെ ഡെക്കറേറ്റ് ചെയ്തു. മെഴുകുതിരിയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം കത്തിച്ചു വെച്ചു. അതിനുശേഷമാണ് സുഭാഷിനെ ഹരീഷിനെയൊക്കെ വിളിക്കുന്നത്. എഴുന്നേക്കാനും പറഞ്ഞുകൊണ്ട് സുഭാഷ് ചോദിച്ചു, എന്താ കാര്യം? എന്താ ഈ സമയത്ത് എന്താ നീ വിളിക്കണേ? ഒരു കാര്യമുണ്ട്, എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഹരീഷിച്ചു, എന്താടാ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതെ നിധിയുടെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞു. ബർത്ത്ഡേയോ? അതെ, അതിന് കേക്ക് കട്ട് ചെയ്യണം. അത് രാവിലെ കട്ട് ചെയ്താൽ പോരെ? അത് പറ്റില്ല, രാത്രി തന്നെ കട്ട് ചെയ്യണം. സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ 11:30 ആയതുള്ളൂ. അതിനിപ്പോഴേ വിളിക്കണം എന്തിനാ? 12 മണിക്കല്ലേ കേക്ക് കട്ട് ചെയ്യുന്നേ? അതെ എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ 3 കുത്തി എഴുന്നേൽപ്പിച്ചു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹാളൊക്കെ നല്ല വൃത്തിക്ക് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അടിച്ചെല്ലാം വാരി അവിടെയൊക്കെ നല്ല ബലൂണൊക്കെ വെച്ച് നല്ല സെറ്റാക്കി വെച്ചിരിക്കുക.
ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ നികേഷ് പറഞ്ഞു, ആഹാ കൊള്ളാലോ, സുധീഷാണ് ഇത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലോ നിധിയേടത്തിയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളും എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ മേടിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് മനസ്സിൽ പറഞ്ഞു, അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ, ഒരു പക്ഷേ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവത്തില്ല. നിങ്ങളൊക്കെ നേരത്തെ വിഷു അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതിരുന്നത് എന്നൊരു ചിന്തയായിരുന്നു സുധീഷിന്റെ മനസ്സിൽ. സുഭാഷ് പറഞ്ഞു, എടാ സമയം ഇനിയും ഉണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഞങ്ങളെല്ലാം വിളിച്ചെഴുന്നേപ്പിച്ചേ? അതെ, 12 മണിക്ക് ഇനി കുറച്ച് സമയം കൂടെയല്ലേ ഉള്ളൂ, നിങ്ങളെല്ലാം ഒന്ന് സെറ്റായിട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കേക്ക് കെട്ടണം കൃത്യം 12 മണിക്ക് തന്നെ. അങ്ങനെ ഒടുവിൽ അവരൊക്കെ പോയി ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. ഒടുവിൽ 12 മണി ആവാറായി. ആ സമയത്ത് നികേഷ് പറഞ്ഞു, ഞാൻ പോയി നിധിയേടത്തെ വിളിക്കാം. വേണ്ട വേണ്ട, ഇതേ നിധിയുടെ ബർത്ത്ഡേയാ, ഞാനല്ലേ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചേ, ഞാനല്ലേ നിങ്ങളോടൊക്കെ പറഞ്ഞേ, ഞാൻ പോയി വിളിച്ചോളാം, അവളെൻ്റെ ഭാര്യയല്ലേ, അപ്പം അവളെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുധീഷ് പോയി നിധി കിടക്കുന്ന റൂമിൻ്റെ കഥയെ മുട്ടുവാണ്. നിധി ഓർത്തു, ഇതെന്താ ഈ സമയത്ത് വന്ന് കഥയെ മുട്ടുന്ന എന്നൊരു ചിന്തയായിരുന്നു. നിധി കഥ തുറക്കാൻ വന്ന് സുധീഷെ വിളിക്കുന്നത് പ്രശ്നമാണോ, ഇന്നാളത്തെ പോലെ എന്തേലും? നിധിക്ക് ആകപ്പാടൊരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്നാലും നിധി വന്ന് കഥ തുറന്നു. അപ്പോഴേക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വിഷ് ചെയ്യാണ് സുധീഷ്. അത് മാത്രമല്ല കയ്യിലേക്കൊരു പിന്നെ ബൊക്ക കൊടുക്കുകയും ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഭയങ്കര സന്തോഷമായി നിധിക്ക്. പെട്ടെന്ന് നിധി ചോദിച്ചു, അല്ല എൻ്റെ ബർത്ത്ഡേ എങ്ങനെ സുധീഷിനറിയാവുന്നേ? അതൊക്കെ എനിക്കറിയാം, ഒന്നുമല്ലേ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തന്നിട്ട് 3-4 മാസമായില്ലേ, അപ്പം പിന്നെ എനിക്കറിയാതിരിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഹാളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം തിരിയൊക്കെ വെച്ച് നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. തിരിയെല്ലാം കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 കേക്കുണ്ടായിരുന്നു. അപ്പം ഒരു കേക്ക് നിധിയെ കൊണ്ട് അപ്പം മുറിപ്പിക്കാനായിരുന്നു. പിന്നെ ഒരു ചെറിയ കേക്കുണ്ട് നിധിക്ക് വേണ്ടി മാത്രമുള്ള, കുറച്ച് ഹാർട്ടൊക്കെ വരച്ചിട്ട്. അതിപ്പോൾ സുധീഷിൻ്റെ മനസ്സാണെന്ന് പറഞ്ഞ് സുധീഷയുടെ വെച്ചതാ. അതിനെക്കുറിച്ച് ഹരീഷ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് പറഞ്ഞു, അതെ അത് നിധിക്ക് മാത്രമുള്ള, നിധിക്ക് മാത്രം കഴിക്കാനുള്ളതാ, അതെൻ്റെ ഹൃദയമാണ്, അത് ഞാൻ നിധിക്കായിട്ട് സമ്മാനിക്കുന്ന. ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നിധിക്ക് അത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ ഒരു ചെറിയ കേക്ക് അതവിടെ മാറ്റി വെച്ചിരുന്നത്. അങ്ങനെ നിധി വന്നതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ നിധിക്ക് സന്തോഷമായി. നിധി പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാനുണ്ടെങ്കിലും ഇങ്ങനെ 12 മണിക്കൊന്നും കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാറില്ല, പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ബർത്ത്ഡേ വിഷസൊക്കെ അയക്കാറുണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിഷസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കേക്ക് കട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. ശരി കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നിധി കേക്ക് കട്ട് ചെയ്തു. സുഭാഷിനും സുധീഷിനും എല്ലാവർക്കും കൊടുത്തു. ആ സമയത്ത് സുധീഷ് പറഞ്ഞത്, ഇനി ഒരു കേക്ക് കൂടെ ഉണ്ട്, അത് നിധിക്ക് വേണ്ടി മാത്രമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കേക്ക് അത് നിലത്ത് ആ സൈഡിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കേക്ക് കട്ട് ചെയ്തിട്ട് അത് നിധി മാത്രം മുറിച്ച് കഴിക്കാനായിട്ടാണ് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്താണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഈ പാർട്ടി പോപ്പ് പൊടിച്ച ശബ്ദം എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കറിനടുത്ത് എന്തായിരിക്കും എന്ന് ഓർത്താണ് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനാണ് ഈ പരിപാടികൾ കാണുന്നത്. ഇതെന്താടാന്ന് ചോദിച്ചുകൊണ്ട് ഭാസ്കരൻ അങ്ങ് വരിക. പക്ഷേ ആ നിലത്ത് ആ കേക്ക് ഇരിക്കുന്ന ഭാസ്കരൻ കണ്ടില്ല. ഭാസ്കരൻ ഒരു ഒറ്റ ചവിട്ടായിരുന്നു ആ ചെറിയ കേക്കിനിട്ട്. ഇതെന്താ എൻ്റെ കാലയിൽ ഒട്ടിപ്പിടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കേക്ക്, ഇതെന്താടാ ഈ കേക്ക് ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കണം എന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. ബാക്കി എല്ലാവരും ഞെട്ടിത്തെറിച്ച് നോക്കി. സുധീഷിൻ്റെ ഹൃദയം തകർന്നു പോയി. കാരണം താൻ നിധിക്കായിട്ട് മാറ്റിവെച്ച ആ കേക്ക് അതാണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഭാസ്കരനെ കടിച്ച് തിന്നാനുള്ള ദേഷ്യം വന്നു സുധീഷിന്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ആ കേക്ക് മാറ്റിവെച്ചാണ് അച്ഛനെല്ലാം നശിപ്പിച്ചു എന്നൊരു ചിന്തയാണ് സുധീഷിൻ്റെ മനസ്സിൽ. എന്തേലും പറയാൻ പറ്റുമോ? സുധീഷിനും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴേക്ക് സുഭാഷിന് മനസ്സിലായി ഇത് സീൻ കോൺട്ര ആകുമെന്ന്. പെട്ടെന്ന് സുഭാഷ് പറഞ്ഞു, പോട്ടേടാ. അപ്പോഴേക്കും നിധി ചോദിച്ചു, ഇതെന്താ വേറൊരു കേക്ക്? ആ സമയം നികേഷ് പറഞ്ഞു, അത് നിധിയടുത്തേക്ക് മാത്രമായിട്ട് സുധീഷ് ഏട്ടൻ വാങ്ങിയതായിരുന്നു പറഞ്ഞു. പിന്നീട് സുഭാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യണം ഹരീഷെ, അതുകൊണ്ട് വേസ്റ്റ് പാത്രത്തിനകത്തേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ സുധീഷിൻ്റെ ഹൃദയം എടുത്തോണ്ട് പോയി വേസ്റ്റ് ബാസ്കറ്റിനകത്ത് ഇടുവാണ് ഹരീഷ്. സുധീഷ് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.